കോതമംഗലം നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കമ്മാവുടിയെ മർദ്ദിച്ച് അവശനാക്കി. ഡിവൈഎഫ്ഐക്കാരാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. പരിക്കേറ്റ അസീസിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിൽ CPM തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മുൻ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, അയാളുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിരന്തരമായി ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെയും CPM വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ രാവിലെ വെറുതെ റോഡിൽ നിൽക്കുന്ന ഒരാളെയാണ് ഇങ്ങനെ വളരെ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയറായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് പ്രിയപ്പെട്ട അസീസ്. അസീസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം പ്രേക്ഷകർ കാണുന്നത്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എന്താണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം? അനീഷ, കോതമംഗലം നെല്ലിക്കുഴിയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് മുമ്പ് നമ്മൾ കണ്ടത്. നെല്ലിക്കുഴി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കമ്മാവുടിയാണ് മർദ്ദിച്ച് അവശനാക്കിയത്. ഈ CPM പ്രവർത്തകനാണ് അസീസിനെ ആക്രമിച്ചത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നും ആരോപിക്കുന്നുണ്ട്. അസീസിനെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. മാത്രമല്ല, ഈ മർദ്ദിച്ചയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവും ഇവരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.